MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധ. ലക്ഷണങ്ങളോടെ പാലക്കാട് സ്വദേശിനി ആശുപത്രിയിൽ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധയെന്ന് സംശയം. നിപ്പ ലക്ഷണങ്ങളോടെ പാലക്കാട് നാട്ടുകൽ സ്വദേശിയായ യുവതിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിശദ പരിശോധനയ്ക്കായി സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചു. പ്രാഥമിക പരിശോധനയിൽ നിപ്പ ബാധ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പൂനെയിൽ നിന്നുള്ള ഫലം വന്നാലേ സ്ഥിരീകരിക്കുവാനാകൂ. ആരോഗ്യവകുപ്പ് യുവതിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നുണ്ട്. ഇവരെയും നിരീക്ഷിക്കും. കാറിൽ വെച്ച് ഹേമചന്ദ്രനെ മർദ്ദിച്ചു. കൊടും കാട്ടിൽ മൃതദേഹം മറവു ചെയ്തു. ഒരാൾ കൂടി പിടിയിൽ. കോഴിക്കോട് 15 മാസം മുൻപ് മായനാട് നിന്നും കാണാതായ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ ഹേമചന്ദ്രൻ മരണത്തിൽ ഒരാൾ കൂടി പിടിയിൽ. നെന്മേനി മാടക്കര വേങ്ങശ്ശേരി വീട്ടിൽ വൈശാഖാണ് പിടിയിലായത്. നേരത്തെ അറസ്റ്റിലായ പ്രതികളായ ജ്യോതിഷ്, അജേഷ്, വിദേശത്തുള്ള നൌഷാദ് എന്നിവർക്കൊപ്പം ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോകുവാനും മൃതദേഹം കുഴിച്ചുമൂടുവാനും താനും ഉണ്ടായിരുന്നതായി ചോദ്യം ചെയ്യലിൽ വൈശാഖ് സമ്മതിച്ചു. ആദ്യം പിടിയിലായ ജ്യോതിഷിന്റെ സുഹൃത്താണ് വൈശാഖ്. ഹേമചന്ദ്രനുമായുള്ള സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് വൈശാഖിനോട് ജ്യോതിഷ് പറഞ്ഞിരുന്നു. പിന്നീട് മറ്റൊരു പ്രതിയായ നൌഷാദുമായും ഹേമചന്ദ്രന് സാമ്പത്തിക ഇടപാടുണ്ടെന്നും ഒന്നിച്ചു നിന്നാൽ അയാളിൽ നിന്നും പണം ഈടാക്കാമെന്നും ഇരുവരും കരുതി. നൌഷാദിന് വാടകയ്ക്ക് കാർ കൊടുക്കുന്ന ബിസിനസ് ഉണ്ടെന്നും ഗുണ്ടകളുമായി അയാൾക്കുള്ള ബന്ധം ഉപയോഗപ്പെടുത്താമെന്നും വിചാരിച്ചാണ് ഇരുവരും നൌഷാദിനൊപ്പം ചേർന്ന് ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. കാറിൽ വെച്ച് തന്നെ പ്രതികൾ ഹേമചന്ദ്രനെ മർദ്ദിച്ചിരുന്നു. ട്യൂഷന് പോകുവാൻ നിർബന്ധിച്ചു. 50ാം നിലയിൽ നിന്നും താഴേക്ക് ചാടി ടെലിവിഷൻ താരത്തിന്റെ മകൻ ദാരുണാന്ത്യം. ട്യൂഷൻ ക്ലാസ്സിൽ പോകുവാൻ നിർബന്ധിച്ചതിനെ തുടർന്ന് പ്രമുഖ ഹിന്ദി ടെലിവിഷൻ താരത്തിന്റെ മകൻ 50ാം നിലയിൽ നിന്നും ചാടി മരിച്ചു. ഹിന്ദി, ഗുജറാത്തി ടെലിവിഷൻ പരമ്പരകളിലെ പ്രമുഖ നടിയും മകനും കണ്ടിവാലയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ 51ാം നിലയിലാണ് താമസിച്ചിരുന്നത്. അമ്മയുമായി വഴക്കുണ്ടായതിന് പിന്നാലെ 14-കാരനായ ഏക മകൻ താഴത്തെ നിലയിലേക്ക് ഇറങ്ങിപ്പോയി. ശേഷം കെട്ടിടത്തിൽ നിന്നും ചാടുകയായിരുന്നു. ബുധനാഴ്ചയാണ് സംഭവമുണ്ടായത്. പോലീസ് പറയുന്നത് ഇങ്ങനെ: വൈകിട്ട് 7 മണിയോടെ കുട്ടിയോട് ട്യൂഷൻ ക്ലാസ്സിൽ പോകുവാൻ അമ്മ പറഞ്ഞു. എന്നാൽ പലതവണ പറഞ്ഞിട്ടും കുട്ടി പോകുവാൻ തയ്യാറായില്ല. തുടർന്ന് കുട്ടി ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഫ്ളാറ്റിന്റെ കാവൽക്കാരൻ വന്ന് കുട്ടി കെട്ടിടത്തിൽ നിന്നും വീണ വിവരം അമ്മയെ അറിയിച്ചു. കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും കുടുംബത്തിന്റെ മൊഴിയെടുത്തതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നും പോലീസ് പറഞ്ഞു. ഭർത്താവുമായി പിരിഞ്ഞതിന് ശേഷം മകനൊപ്പം ഫ്ളാറ്റിൽ കഴിയുകയായിരുന്നു നടി. മരിച്ച കുട്ടി 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഇന്ത്യ US വ്യാപാര കരാർ 48 മണിക്കൂറിനുള്ളിൽ ഒപ്പുവയ്ക്കുമെന്ന സൂചന. 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയും US-ഉം ഇടക്കാല വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന് റിപ്പോർട്ട്. വ്യാപാര കരാർ ചർച്ചയ്ക്കായി വാഷിംഗ്ടണിലെത്തിയ രാജേഷ് അഗർവാൾ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ സംഘം മടങ്ങുന്നത് നീട്ടിവച്ചിട്ടുണ്ട്. ഇന്ത്യയ്ക്കുമേൽ US ചുമത്തിയ തീരുവ മരവിപ്പിച്ചതിന്റെ അവസാന ദിനമായ ജൂലൈ 9-ന് മുൻപ് കരാറിൽ തീരുമാനത്തിലെത്തുവാനാണ് ഇന്ത്യയുടെ ശ്രമം. ജനിതക മാറ്റം വരുത്തിയ വിളകൾക്കായി ഇന്ത്യ വിപണി തുറന്നുകൊടുക്കണമെന്ന US-ന്റെ ആവശ്യത്തിലുൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ജനിതക മാറ്റം വരുത്തിയ ചോളം, സോയാബീൻ, അരി, ഗോതമ്പ് എന്നിവയ്ക്കുള്ള തീരുവയിൽ ഇളവ് വരുത്തണമെന്ന US-ന്റെ ആവശ്യം ഇന്ത്യ നിരസിച്ചു. ഇന്ത്യൻ കാർഷിക ക്ഷീര വിപണികൾ കൂടുതൽ തുറന്നു നൽകണമെന്ന US-ന്റെ ആവശ്യത്തിലും ഇന്ത്യ എതിർപ്പുന്നയിച്ചിട്ടുണ്ട്. അതേസമയം ഗ്രാമീണ ജനതയുടെ വരുമാനത്തെയും ഭക്ഷ്യസുരക്ഷയെയും ബാധിക്കുന്ന വിഷയമായതിനാൽ കാർഷിക ക്ഷീര മേഖലകൾ ഇടക്കാല കരാറിൽ നിന്നും ഒഴിവാക്കിയേക്കും എന്നാണ് സൂചനയെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വാസവനും വീണയും തേച്ചു മായ്ച്ചു കളയുവാൻ ശ്രമിച്ചാൽ വില പോകില്ല. ഇത് ആരോഗ്യരംഗത്തെ തകർച്ചയുടെ പര്യായം. മഴ പെയ്യുന്നതിന് മുൻപ് തന്നെ ദേശീയപാത തകർന്നു വീണതുപോലെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണത് ആരോഗ്യരംഗത്തെ തകർച്ചയുടെ പര്യായമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ആരോഗ്യരംഗത്ത് അരക്ഷിതാവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. വാക്കുകൾ അറം പറ്റി. 14ാം ജന്മദിനത്തിൽ 14-ാം തീയതി വിമാനാപകടം. മരണം മുൻകൂട്ടി കണ്ട വെള്ളി നക്ഷത്രത്തിലെ അമ്മുക്കുട്ടി.
വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ മകളായ അമ്മുക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഉത്തരേന്ത്യൻ ബാലിക തരുണി സച്ദേവ് ഇന്നും മനുഷ്യ മനസാക്ഷിയുടെ നിത്യവേദനയാണ്. വല്ലാത്ത ഊർജ്ജസ്വലതയും ക്ഷാമമായിരുന്നു ആ കുട്ടിക്ക്. ആരു കണ്ടാലും വാത്സല്യം തോന്നും വിധം ഓമനത്തമുള്ള രൂപം. കുക്കുറുക്കൻ എന്ന ആ ഗാനരംഗം ഇന്നും കുട്ടികളുടെ ഇടയിൽ തരംഗം. വ്യവസായിയായ ഹരീഷ് സച്ദേവിന്റെയും ഗീതയുടെയും മകളായി മുംബൈയിലാണ് തരുണി ജനിച്ചത്. 1998 മെയ് 14 9ാം ക്ലാസ് വരെ പഠിക്കുവാനുള്ള ഹ്രസ്വായുസ് മാത്രമേ വിധി അവളെ അനുവദിച്ചുള്ളൂ. അതിനോടകം നിരവധി സിനിമകളിൽ തരുണി അഭിനയിച്ചു. ഇരുത്തം വന്ന ഒരു പെൺകുട്ടിയെ പോലെയായിരുന്നു അവളുടെ പ്രകടനം. അയൽക്കാർക്കും ബന്ധുക്കാർക്കും അടുത്ത പരിചയക്കാർക്കും അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ. ഇത്ര ചെറുപ്രായത്തിൽ ഈ കുട്ടി എങ്ങനെ ഇത്ര ഭംഗിയായി അഭിനയിക്കുന്നു എന്ന് തുറന്നു ചോദിച്ചവർ ഏറെ. 4ാം വയസ്സ് മുതൽ തരുണി അഭിനയ രംഗത്തെത്തി. പരസ്യ ചിത്രങ്ങളിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. മകളേക്കാൾ സുന്ദരി അമ്മ ഉമാകൃഷ്ണന്റെ പിറന്നാൾ ആഘോഷമാക്കി തൃഷ. അമ്മ ഉമാകൃഷ്ണന്റെ പിറന്നാൾ ആഘോഷമാക്കി തൃഷ കൃഷ്ണൻ. അമ്മ പിറന്നാൾ കേക്ക് മുറിക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചായിരുന്നു തൃഷയുടെ പിറന്നാൾ ആശംസ. തൃഷയുടെ അമ്മൂമ്മ ശാരദാ ഗണപതിയെയും ചിത്രങ്ങളിൽ കാണാം. ആദ്യ ടെസ്റ്റ് തോറ്റിട്ട് 7 ദിവസം കിട്ടിയിട്ടും ബൂമ്രയ്ക്ക് വീണ്ടും വിശ്രമമോ? ക്രിസ്ത്യാനോ ഇല്ലാത്ത പോർച്ചുഗൽ പോലെ തുറന്നടിച്ച് ശാസ്ത്രി സ്റ്റെയിൻ. ബർമിംഗ്ഹാം ആദ്യ ടെസ്റ്റിൽ തോറ്റ് പരമ്പരയിൽ പിന്നിലായിട്ടും ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ നിന്നും പ്രധാന ബോളർ ജസ്പ്രീത് ബൂമ്രയ്ക്ക് വിശ്രമം അനുവദിച്ച പരിശീലകൻ ഗൌതം ഗംഭീറിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ പരിശീലകൻ രവി ശാസ്ത്രിയും ദക്ഷിണാഫ്രിക്കയുടെ മുൻ താരം ഡെയിൽ ഗെയിനും. ആദ്യ ടെസ്റ്റിന് ശേഷം 7 ദിവസം നീണ്ട വിശ്രമം ലഭിച്ചിട്ടും ബൂമ്രയ്ക്ക് വീണ്ടും വിശ്രമം അനുവദിച്ചത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്ന് രവി ശാസ്ത്രി അഭിപ്രായപ്പെട്ടു. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കറിനെ പോർച്ചുഗൽ പുറത്തിരുത്തുന്നത് പോലുള്ള വിഡ്ഢിത്തമാണ് ഇന്ത്യ കാട്ടിയതെന്നും സ്റ്റെയിനും വിമർശിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.